ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഇന്നലെ ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടക്കം. ചിത്രത്തിൽ മോഹൻലാൽ, ആശിഷ് ജോ ആന്റണി, മനോജ് കെ ജയൻ, സായി കുമാർ, കെ ബി ഗണേഷ് കുമാർ, മിയ ജോർജ്, ചിപ്പി, ജാഫർ ഇടുക്കി എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ചിത്രം കേരളത്തിൽ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 2,60,00,000 രൂപയായിരുന്നു. ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 40 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ സിനിമ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 3 കോടി രൂപയാണ്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയും മികച്ച ബുക്കിംഗാണ് ഈ സിനിമയ്ക്ക് നടക്കുന്നത്. ആദ്യ ദിവസം അഡ്വാൻസ് ബുക്കിലൂടെ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ട് ചെയ്യാനായത് 86 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 1,09,00,000 രൂപയാണ്. ലോകേഷ് കനകരാജ് പ്രധാന താരമായി അഭിനയിച്ച് അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇന്നലെ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകളായി തിയേറ്ററിലെത്തിയ സിനിമയാണ് DC. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ വാമിക ഗബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. വയലൻസ് നിറഞ്ഞ റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് തമിഴ്നാട് ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ ഗംഭീര പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യ സമയങ്ങളിൽ കേരളത്തിൽ ഈ സിനിമ ശോകമായിരുന്നുവെങ്കിൽ വൈകിട്ടോടെ ഈ സിനിമയുടെ കളക്ഷൻ കൂടി. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് ഓപ്പണിംഗായി 2,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് വേൾഡ് ഗ്രോസായി 6 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി തമിഴ്നാട്ടിൽ കിട്ടിയിരിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. അതേസമയം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമ 9ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,10,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 30,33,00,000 രൂപയാണ് ഈ സിനിമ 9 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ പ്രീസെയിലായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 98 ലക്ഷം രൂപയാണ്. അതേസമയം ഇന്ന് ശനിയാഴ്ച തമിഴ്നാട്ടിൽ സിനിമ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 2,21,00,000 രൂപയുമാണ്. ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തിരിക്കുന്നത് 467 കോടി രൂപയാണ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തി ഇന്നലെ ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് വിവ. ബ്ലസൻ എൽസ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്രുവൻ, അനീഷ് ഗോപാൽ, നയന എൽസ, ശ്രുതി ജയൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,90,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അമിത് റായ് സംവിധാനം ചെയ്ത് ഇന്നലെ ആഗസ്റ്റ് 7 വെള്ളിയാഴ്ചത്തിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ മൈ ഡോഗ്. പങ്കജ് ത്രിപാഠി, പവൻ മൽഹോത്ര, മാഹി റായി, രാജേഷ് കുമാർ, ഗീത അഗർവാൾ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 1,17,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 55,83,000 രൂപ ഈ സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിട്ടുണ്ട്. വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം വന്നിട്ടില്ല. തമിഴിലും തെലുങ്കിലുമായി ഇന്നലെ തിയേറ്ററിലെത്തിയ സിനിമയാണ് GDN. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് കൃഷ്ണകുമാർ രാമകുമാറാണ്. മാധവൻ, പ്രിയാമണി, ജയറാം, സത്യരാജ്, യോഗി ബാബു എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 4 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി സിനിമ ആദ്യ ദിവസം 89 ലക്ഷം രൂപ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. മഹേഷ് കുമാർ സംവിധാനം ചെയ്ത അയോഗ്യ 2 എന്ന കന്നഡ സിനിമ ഇന്നലെ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. രജിത റാം, P രവിശങ്കർ, സതീഷ് നീനാസം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ കർണാടകയിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും ഗ്രോസായി ലഭിച്ചത് 46 ലക്ഷം രൂപയാണ്. ഷെയറായി 22,63,000 രൂപ കിട്ടിയിട്ടുണ്ട്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 4 തിയേറ്ററിലെത്തുന്ന ലാ ആൻഡ് ഓർഡർ എന്ന മലയാള സിനിമയുടെ ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 37 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഉദയ് കൃഷ്ണയാണ്. പ്രകാശ് വർമ്മ ലീഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി ക്യാമിയോ റോളിലും എത്തിച്ചേരുന്നുണ്ട്. യാഷ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എന്ന സിനിമ ഓണർ റിലീസായി ഓഗസ്റ്റ് 26 തിയേറ്ററിലെത്തുന്നത്. കന്നഡയ്ക്ക് പുറമെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ 6 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുറത്തിറങ്ങുന്നതാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.